ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. ഇസ്രായേലേ ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. ഇസ്രായേലേ ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വയലേലകളിൽ കതിരുകളായി വിള കൊയ്യാനായി അണിചേർന്നിടാം. വയലേലകളിൽ കതിരുകളായി വിള കൊയ്യാനായി അണിചേർന്നിടാം. കാതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്തേ കാണുന്നില്ല. കാതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്തേ കാണുന്നില്ല. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessings, showers of blessings we need. Mercy drops round us are falling, but for the showers we plead. There shall be showers of blessings.
നമ്മുടെ ഇടവകയുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ റവറന്റ് ഫാദർ എബ്രഹാം കളരിക്കലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും ഉദ്ഘാടകയുമായ ശ്രീമതി മാതങ്കി സത്യമൂർത്തി, പ്രവാസികളെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീമതി വത്സമ്മ മണപ്പുറം ചെമ്മാച്ചേരിൽ, ശ്രീ സ്റ്റീഫൻ കുന്നുംപുറത്ത്, ബഹുമാനപ്പെട്ട ജോസ് നാരായണത്ത് പറമ്പിൽ, ബഹുമാനപ്പെട്ട വെള്ളിയാനച്ച, മറ്റു വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നാട്ടുകാരെ, ഇന്ന് ഈ സായം സന്ധ്യയിൽ പ്രധാനമായും 3 ചടങ്ങുകളാണ് ഇവിടെ നടക്കുക. ഒന്ന് കലാസന്ധ്യ, അതുപോലെ തന്നെ പ്രവാസി സംഗമം, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വെള്ളിയാനച്ചൻ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഏതാണ്ട് 2 മാസത്തോളമായി അല്ലെങ്കിൽ അതിലധികമായി കലാസന്ധ്യക്കായിട്ട് ഒരുപാട് പേര് ഒരുങ്ങുകയായിരുന്നു. ഈ കലാസന്ധ്യക്കായി ഒരുപാട് പേര് അക്ഷീണം പ്രയത്നിച്ചിട്ടുണ്ട് എന്നുള്ളത് കാര്യം സത്യമാണ്. അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ട ചില വ്യക്തികളുണ്ട്. ശ്രീ ജോസഫ് നാരായണത്ത് പറമ്പിൽ, ഡാൻസ് പഠിപ്പിക്കുവാനെത്തിയ മനോജ് സാറ്, അടച്ചുതുറപ്പാട്ട് പഠിപ്പിക്കുവാനെത്തിയ സിസ്റ്റർ നോബിൾ, അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിലുപരിയായി ഇടവകയിലെ ആബാലവൃദ്ധം ജനങ്ങളും ഇതിനുവേണ്ടി ഒരുങ്ങുകയായിരുന്നു. ഞാൻ നേരത്തെ തന്നെ അവരോട് പറഞ്ഞിരുന്നു, ഉറപ്പായിട്ടും ഞാനത് വന്ന് കാണും, നിങ്ങളുടെ റിഹേഴ്സൽ അതിനെ വിലയിരുത്തിയ ശേഷം ഈ സ്റ്റേജിലേക്ക് അവതരിപ്പിക്കുവാനായിട്ട് അനുവദിക്കൂ എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും റിഹേഴ്സൽ കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ ചെന്ന് കാണുകയുണ്ടായി. അവരുടെ പെർഫോമൻസ് ശ്രദ്ധിക്കുകയുണ്ടായി, വേണ്ടുന്ന കറക്ഷൻസ് നൽകുകയുണ്ടായി. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇവിടെ ഫൈനൽ റിഹേഴ്സൽ നടത്തപ്പെട്ടു. വളരെ മനോഹരമായ, കണ്ണിനും കാതിനും കുളിർമയേകുന്ന പെർഫോമൻസാണ് അവർ ഇവിടെ കാഴ്ചവെക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുവാനായിട്ട് ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. നല്ല ഒരു കലാസന്ധ്യ നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുകയാണ്. പുസ്തക പ്രകാശനമാണ്. പാതുവായിലെ പുണ്യദീപം, സ്വർഗത്തിൻ്റെ മാർഗദീപം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. പാതുവായിലെ പുണ്യദീപം, സ്വർഗത്തിൻ്റെ മാർഗദീപം. ഏതാണ്ട് 100-ൽ പരം പേജുകളുള്ള വിശുദ്ധ അന്തോണിസിനെ കുറിച്ചുള്ള ആ പുസ്തകം ഇടവകയിലെ ഓരോ കുടുംബത്തിനും നൽകുവാനായിട്ടാണ് വെള്ളിയാനച്ചൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ വെച്ച് ഇത് പ്രകാശനം ചെയ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സംഗീത ജ്യോതി, മധുരഗാനസുധ ശ്രീമതി മാതങ്കി സത്യമൂർത്തി, കേരള സംഗീത നാടക അക്കാദമി ജേതാവ്, അവാർഡ് ജേതാവ്. തീർച്ചയായിട്ടും വലിയ ഒരു വ്യക്തിയെയാണ് നമുക്ക് ഇന്ന് ഉദ്ഘാടകയായി ലഭിച്ചിരിക്കുക. അതിൻ്റെ സന്തോഷത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും ആദരവോടെ, ബഹുമാനത്തോടെ സംഗീത ജ്യോതി, മധുരഗാന സുധ
ശ്രീമതി മാതങ്കി സത്യമൂർത്തിയെ ഈ ഇടവകയുടെ പേരിൽ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ കൃത്യമായി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനിയും നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ശ്രീ സ്റ്റീഫൻ കുന്നുംപുറത്ത് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, ഈ ഇടവക സമൂഹത്തിന്റെ പേരിൽ, ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരുടെ പേരിൽ ബഹുമാനപ്പെട്ട സ്റ്റീഫൻ കുന്നുംപുറത്തിന് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇനിയും ശ്രീമതി വത്സമ്മ മണപ്പുറം ചെമ്മാച്ചേരി, ശ്രീമതി വത്സമ്മ മണപ്പുറം ചെമ്മാച്ചേരിയെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ, സ്നേഹത്തോടെ ഞാൻ ഈ സദസ്സിലേക്ക്, ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനിയും ശ്രീ ജോസ് നാരായണത്തുപറമ്പിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനിയും വലിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ജേക്കബ് വെള്ളിയാനച്ചൻ, മറ്റു വൈദികര്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഈ ഇടവകയിൽ ജോലി ചെയ്ത സിസ്റ്റേഴ്സ്, ഇപ്പോൾ സ്ഥലം മാറിപ്പോയ സിസ്റ്റേഴ്സ്, തീർച്ചയായിട്ടും വെള്ളിയാനച്ചൻ്റെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെയും ബഹുമാനപ്പെട്ട വൈദികരുടെയും ഒക്കെ വലിയ സേവനങ്ങൾ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവര് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും സന്തോഷപ്രദമായ കാര്യമാണ്. നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടെ, സ്നേഹത്തോടെ അവരെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനിയും നല്ലവരായ ഇടവകക്കാരാണ്. ഈ ഇടവകയിലെ ജനങ്ങൾ എന്ന് പറയുക ഈ പള്ളിയെ ജീവനതുല്യം സ്നേഹിക്കുന്നവരാണ്. വിശുദ്ധ അന്തോണീസ് എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമാണ്. ഇങ്ങനെ അവരെവിടെ പോയാലും, പ്രവാസിയായാലും സ്വദേശിയായാലും മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് അവര്. അതോടൊപ്പം തന്നെ ഇടവകരായ എല്ലാവരെയും, പ്രത്യേകിച്ച് പ്രവാസികളായ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും ആത്മാർത്ഥതയോടെ, ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനിയും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന മറ്റ് നിരവധി ആളുകളുണ്ട്. മറ്റിടവകളിൽ നിന്നുള്ളവര്, അതോടൊപ്പം തന്നെ നാട്ടുകാര്, കലാസന്ധ്യ ആസ്വദിക്കാൻ വന്ന ആളുകൾ, നിങ്ങളെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ, ആത്മാർത്ഥതയോടെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് നല്ല ഒരു കലാസന്ധ്യ ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.